അപ്പൊ ഇന്ന് ഏപ്രിൽ 10, 2024 നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PXL സ്ക്രീൻ അല്ല PVR ഐനോക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്യുവാണ്. അപ്പൊ അവിടെ രണ്ട് സ്പെഷ്യൽ കാറ്റഗറിയാണ് വരുന്നത്. സാധാരണ ഓഡിറ്റോറിയത്തെ അപേക്ഷിച്ച് രണ്ട് സ്പെഷ്യൽ കാറ്റഗറി വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിലെ ആദ്യത്തെ PXL സ്ക്രീനാണ് വരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ലക്ഷറി ഫോർമാറ്റ് ആയിട്ടുള്ള ലക്സ് സ്ക്രീനും ഈ ഒരു തിയേറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ 9 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ഇതേ ഇന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് മാളിലെ മിറാജ് സിനിമാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും മലയാള സിനിമകളുടെ റിലീസ് ചിലപ്പോ അത് എത്ര ദിവസം എന്ന് ഞാൻ പറയുന്നില്ല, എത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിഹരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമകളുടെ റിലീസ് ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് കാണാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിന്റെ കാര്യം ഞാൻ അവസാനം പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലാണ്. കൊച്ചിക്കാർക്ക് അവരുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സ്ക്രീനാണ് ഇന്ന് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 9 സ്ക്രീനാണ് വരുന്നത്. ഈ 9 സ്ക്രീനിൽ തന്നെ മൊത്തം 5 സ്ക്രീനിലാണ് ഇപ്പോൾ അവർ ബുക്കിംഗ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 സ്ക്രീനിലെ ഷോയുടെ കാര്യം പറയുന്ന സമയത്ത് എല്ലാം അന്യഭാഷാ സിനിമകളാണ് കേട്ടോ. ഒരൊറ്റ മലയാള സിനിമകൾ പോലും ഇല്ല. നിങ്ങളിപ്പോൾ കണ്ടു കാണും. അപ്പോൾ നമുക്ക് ഓരോ സ്ക്രീനിലും എത്ര കാറ്റഗറി ഉണ്ട്, അവിടുത്തെ ടിക്കറ്റ് ചാർജ് എത്രയാണ്, അർത്താണോ വാങ്ങിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ബുക്കിംഗ് സ്റ്റാർട്ട് ആവുന്നുള്ള കാര്യം. അപ്പോൾ PVRന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓർ ആപ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്ക് ഇതുവരെയായിട്ടും ബുക്ക് മൈ ഷോയിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓരോ സ്ക്രീനിലും ഏതൊക്കെയാണ് സ്പെക്ക് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അതൊന്നും കൊടുക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ സ്ക്രീനും അവിടുത്തെ ടിക്കറ്റ് ചാർജും എത്രയാണെന്നുള്ള കാര്യം പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്ക്രീൻ 1ന്റെ കാര്യം പറയുന്ന സമയത്ത് അത്യാവശ്യം, അതായത് മറ്റ് സ്ക്രീനുകളെ അപേക്ഷിച്ച് അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു സ്ക്രീനായിട്ടാണ് സ്ക്രീൻ 1 തോന്നിയത്. ഏതാണ്ട് 107ഓളം സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമാണ് ആ ഒരു സ്ക്രീനിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ക്ലാസിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി, അതുപോലെ തന്നെ എലൈറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയും. അപ്പോൾ അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ 2 കാറ്റഗറിക്ക് ഇപ്പോൾ അവർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 129 രൂപയാണ്. PVRനെ സംബന്ധിച്ച് ഈ 129 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ. ഇനി സ്ക്രീൻ 3യുടെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ 4 കാറ്റഗറി വരുന്നുണ്ട്: ക്ലാസിക്, പ്രൈം, എലൈറ്റ് ആൻഡ് റിക്ലൈനർ. അപ്പോൾ സ്ക്രീൻ 1 റിക്ലൈൻ സീറ്റ് ഇല്ലായിരുന്നു. ഈ സ്ക്രീൻ 3ലേക്ക് വരുമ്പോൾ റിക്ലൈൻ സീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ട് റോയിൽ തന്നെ 2 റോ വരുന്നുണ്ട്. അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയാണ്. ഇനി ഏറ്റവും പുറകിലത്തെ റിക്ലൈനർ സീറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ മാക്സിമം വരുന്നത് 350 രൂപയാണ് കേട്ടോ. ഇനി സ്ക്രീൻ 5ന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ക്ലാസിക്, എലൈറ്റ്, റിക്ലൈനർ അങ്ങനെ 3 കാറ്റഗറിയാണ് വരുന്നത്. അവിടെ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 രൂപയാണ്. പിന്നെ ഏറ്റവും കൂടിയ റിക്ലൈനർ സീറ്റിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 380 രൂപയാണ് കേട്ടോ. ഇനി സ്ക്രീൻ 6ന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ 2 കാറ്റഗറിയാണ് വരുന്നത്: ക്ലാസിക്കും എലൈറ്റും. അവിടെ 129 രൂപയാണ് ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് വാങ്ങുന്നത്. പക്ഷെ അവിടെ റിക്ലൈൻ സീറ്റ് ഉണ്ട്. റിക്ലൈൻ സീറ്റിന് വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് കേട്ടോ. 199 രൂപയുള്ളൂ. മറ്റിടത്ത് നമ്മൾ കണ്ടത് 380 രൂപയായിരുന്നു. പക്ഷെ ഇവിടെ 199 രൂപയാണ് റിക്ലൈനർ വാങ്ങുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമില്ല, ഇപ്പം എല്ലാ അന്യഭാഷാ സിനിമകളാണല്ലോ. അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് മലയാള സിനിമകൾക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ല, പക്ഷേ ഈ സ്ക്രീൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർ 6:30 ഇന്ന് 6:30 ഒരു ട്രെയിലർ ഷോ ഇട്ടിട്ടുണ്ട്. ട്രെയിലർ ഷോയുടെ കാര്യം നമ്മൾ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് 1 രൂപയ്ക്ക് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുമെന്ന്. നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയും 1 രൂപ, റിക്ലൈനർ സീറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാക്സിമം 30 മിനിറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം 30 മിനിറ്റ് നിങ്ങൾക്ക് പലതരം സിനിമകളുടെ ട്രെയിലേഴ്സ് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് 1 രൂപ മുടക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. ബുക്ക് മൈ ഷോ ഞാൻ നോക്കുന്ന സമയത്ത് സീറ്റ് വേക്കനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ സംതിങ് വെൻ റോങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് പോയി എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ PVR ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് നമ്മുടെ PXL സ്ക്രീനിന്റെ കാര്യമാണ്. PXL സ്ക്രീൻ ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണത്തില്ല, PVR ആപ്പിൽ നിങ്ങൾ കണ്ടു കാണത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ അനാലിസിസ് ആണ് ഇത്. പ്രെഡിക്റ്റ് ചെയ്ത് പോകല്ല, ഇത് നേരിട്ട് പോയി കണ്ടിട്ട് പറയല്ല, അനാലിസിസ് ആണ്. അപ്പോൾ അവിടെ OD4 ആണ് PXL സ്ക്രീൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഓടുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോഡ്സില്ല കോങ് ആണ്. അപ്പം അവിടെ PVR ആപ്പിൽ നോക്കുന്ന സമയത്ത് അറ്റ്മോസ് എന്നവർ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക്, പിന്നെ അതുപോലെ ഈ ഒരു സിനിമയും കൂടെ ആയ സ്ഥിതിക്ക് എന്തായാലും PXLലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ ബുക്ക് മൈ ഷോയിലോ അല്ലെങ്കിൽ PVR ആപ്പിലോ ഒന്നും ഒരു PXL എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 9 സ്ക്രീനകത്ത് 2 സ്ക്രീൻ എന്തായാലും ലക്സിന്റെ കാറ്റഗറി പോകും. പിന്നെ അത് കഴിഞ്ഞ് 5 സ്ക്രീൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് 1 സ്ക്രീൻ അവർ ഇടാനായിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ക്രീൻ ചിലപ്പോൾ ഒരു നോർമൽ ഓഡിറ്റോറിയം ആയിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ PXL ആയിരിക്കും. പക്ഷെ നമ്മുടെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു OD4 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3D ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം 3Dക്ക് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും.
അപ്പോൾ ഇവിടെ വാങ്ങുന്ന PXL സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്ന മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 180 രൂപയാണ്. അതുപോലെ തന്നെ ഏറ്റവും പുറകത്തെ റെക്ലൈനർ സീറ്റിന് 380 രൂപയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഇനാഗുറേഷൻ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഷോകളും വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമാണ് അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഒരൊറ്റ മലയാള സിനിമകൾ പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം വരുന്നത് അന്യഭാഷാ സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ PVRന്റെ ഒരു ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ മറ്റ് ഇതുവരെ ഓപ്പൺ ചെയ്ത സ്ക്രീനുകളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് മലയാള സിനിമകൾ ഓപ്പൺ ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ PVRൽ നിലവിൽ ഇപ്പം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ തിയേറ്ററാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ട്രിവാൻഡ്രത്തുണ്ട്, നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇപ്പോൾ മൂന്നെണ്ണമായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ വരുന്നുണ്ട്, ഐനോക്സ് വരുന്നുണ്ട്, PVR ഐനോക്സ് ആണല്ലോ. യെസ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ റിലീസായ മലയാള സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പം കൊച്ചിയിലൊക്കെ നമ്മുടെ ലുലുവിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആടുജീവിതമൊക്കെ ഇപ്പോഴും റണ്ണിങ് ആണ്. പക്ഷേ പുതുതായിട്ട് റിലീസാകാൻ പോകുന്ന സിനിമകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ഫോറം മാളിന്റെ കാര്യം മാത്രമല്ല, പൊതുവേ മൊത്തം PVRന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷനായിട്ട് അവർക്ക് ഷെയറിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് എത്രയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പരിഹരിക്കുമെന്നാണ് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നത് മിക്കവാറും നാളെ എന്തായാലും റിലീസ് ഉള്ള സ്ഥിതിക്ക് അവരെന്തായാലും അധികം വെച്ച് നീട്ടാൻ പോകുമെന്ന് തോന്നുന്നില്ല. ഇനി അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആവേശം പോലുള്ള സിനിമകളൊക്കെ ചിലപ്പോൾ 1-2 ദിവസം ഡിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ PVR ആണ്ട് അങ്ങനെ സംഭവിക്കും തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അവർ ഓപ്പൺ ചെയ്യുമായിരിക്കും അല്ലേ. യെസ്. അപ്പോൾ കൊച്ചിയിലെ ബിഗ്ഗസ്റ്റ് സ്ക്രീൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫോറം മാളിലേക്ക് വിട്ടോ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ കിട്ടട്ടെ. പിന്നെ PVR ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ വെയിറ്റ് ലോബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സംഭവമാണ്. ലൈറ്റിന്റെയും അതുപോലെ തന്നെ ആ ഒരു ഇന്റീരിയറിന്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ആ രീതിയിൽ ചെയ്യത്തുള്ളൂ. അറിയാലോ, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ അവിടുത്തെ ഫുഡ്, ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. റേറ്റ് കുറച്ചൊന്നും കൂടുതലായിരിക്കും. അതൊക്കെ പിന്നെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇപ്പം നമുക്ക് യൂസ്ഡ് ആയ കാര്യമാണ്. യെസ്. അപ്പോൾ ഏപ്രിൽ 10 നമ്മുടെ കൊച്ചി ഫോറം മാളിലെ PVR ഐനോക്സ് തിയേറ്റർ, യെസ്, ഇറ്റ്സ് ഓപ്പൺ.